ഈശോയെ, പരിശുദ്ധമായ ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ മുൻപിൽ അവിടെ നിന്ന് എഴുന്നള്ളിയിരിക്കുമ്പോൾ ഞങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് നിറയുമ്പോഴാണ് ഞങ്ങൾ പൂർണ്ണതയുള്ളവരായിട്ട് മാറുന്നത്. ഞങ്ങളുടെ ഹൃദയത്തിൽ നിൻ്റെ സ്നേഹം നിറയുമ്പോഴാണ് ഞങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് പറ്റുന്നത്. ഈശോയെ, നീ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിറയണമേ എന്നീ നിമിഷം പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിൻ്റെ സാന്നിധ്യത്താൽ ഞങ്ങളെ നീ അനുഗ്രഹിക്കുമ്പോൾ നിൻ്റെ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയം നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
തുടയ്ക്കുകൻ കണ്ണീർ. ഈശോ നീ എൻ ജീവനിൽ നിറയണം. നാഥാ നീ എന്നുള്ളിലെ സ്വരമല്ലോ. ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം ഞാൻ, കനിപോലും ആരൂപം. എൻ്റെ ജീവിതത്തിലെ ദുഃഖങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും രോഗങ്ങളും വേദനകളും ഒക്കെ ഈ നിമിഷം നിൻ്റെ മുമ്പിൽ ഞാൻ ചേർത്ത് വയ്ക്കുകയാണ്. അവയൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നൊരു ശൂന്യതയുണ്ട്, മറ്റാർക്കും പരിഹരിക്കാൻ പറ്റാത്ത ശൂന്യത. നീ നിറയുമ്പോൾ മാത്രമാണ് അവിടെ പൂർണ്ണമാകുന്നത്. നീ അടുത്തു വരുമ്പോൾ മാത്രമാണ് എൻ്റെ വേദനകൾക്ക് സൗഖ്യം ലഭിക്കുന്നത്. നീ തൊടുമ്പോൾ മാത്രമാണ് ഞാൻ സുഖമാക്കപ്പെടുന്നത്. ഈശോയെ, ഈ നിമിഷം അവിടുത്തെ തിരുമുമ്പിൽ പലവിധ രോഗങ്ങളാലും വേദനകളാലും ബുദ്ധിമുട്ടനുഭവിക്കുന്ന, പ്രത്യേകിച്ച് കിടപ്പ് രോഗികളായി കഴിയുന്ന എല്ലാവരെയും ചേർത്ത് വയ്ക്കുകയാണ്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 5-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കുന്നുണ്ട്: വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും. ഈശോയെ, നിൻ്റെ മുൻപിൽ പലവിധ വേദനകളാലും രോഗങ്ങളാലും തളർന്ന കിടപ്പിലായിരിക്കുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം ചേർത്ത് വയ്ക്കുന്നു. അവരുടെ വേദനയിൽ, അവരുടെ രോഗത്തിൻ്റെ നിമിഷത്തിലേക്കൊക്കെ അവിടുന്ന് കടന്നു വരണമേ, അവിടുന്ന് നിറയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഒരു പക്ഷേ ആരോടും പറയാൻ പറ്റാത്ത വിധത്തിലുള്ള സങ്കടങ്ങളായിരിക്കും അവരുടെ മനസ്സിൽ. മറ്റുള്ളവരെ പോലെ സംസാരിക്കണമെന്നും നടക്കണമെന്നും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുമൊക്കെ ഉള്ള വലിയ ആഗ്രഹങ്ങൾ അവരുടെ ഉള്ളിലൊക്കെ ഉണ്ട്. പക്ഷേ ശരീരത്തിൻ്റെ രോഗം, മനസ്സിൻ്റെ ഭാരം, ശാരീരികമായ പല ബലഹീനതകളും അവരെ അതിന് പര്യാപ്തമാക്കുന്നില്ല. ഈശോയെ, അവരിൽ നിറയണമേ. നിന്റെ സൗഖ്യത്തിൻ്റെ ശക്തിയാൽ അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ കണ്ണുനീരിൻ്റെ കായൽ അവർ തുഴഞ്ഞു നീങ്ങുമ്പോൾ ഒറ്റയ്ക്കല്ല എന്നും നിന്റെ സൗഖ്യത്തിൻ്റെ കരത്താൽ സുഖപ്പെടുത്താൻ നീ തയ്യാറാണ് എന്നും അവരെ ഓർമ്മിപ്പിക്കണമേ. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ രോഗികളായി, കിടപ്പ് രോഗികളായി വേദന അനുഭവിക്കുന്ന എല്ലാ മക്കളെയും നിന്റെ കരങ്ങളിൽ ചേർത്ത് വയ്ക്കുന്നു. ഈശോയെ, നിന്നെ നോക്കുന്നവർക്ക് നീ സൗഖ്യം നൽകണമേ. നിന്നെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെ നീ തൊട്ട് സുഖപ്പെടുത്തണമേ. അവരുടെ കണ്ണുനീരിൻ്റെ നനവൊപ്പിയെടുത്ത് അവരുടെ ഹൃദയങ്ങളിൽ പുതിയ സൗഖ്യത്തിൻ്റെ അധ്യായം നീ എഴുതണമേ. ഈശോയെ, എല്ലാ രോഗികളെയും നിൻ്റെ മുൻപിൽ ചേർത്ത് വയ്ക്കുമ്പോൾ വചനത്തിലൂടെ നീ ഞങ്ങൾക്ക് തന്ന വലിയ വാഗ്ദാനങ്ങളെ ഈ നിമിഷം ഞങ്ങൾ ഓർക്കുന്നു. യെശയ്യാ പ്രവചനത്തിലൂടെ നീ ഞങ്ങളോട് പറയുന്നു: യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, നീ എൻ്റേതാണ്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഈശോയെ, വേദനയിലും ദുഃഖത്തിലുമൊക്കെ വിഷമിക്കുന്ന ഈ മക്കൾക്ക് അവിടെ നൽകേണ്ടുന്ന വാഗ്ദാനം ഇതാണ്: ഞാനിതൊന്നും അറിയാതെ പോകുന്നില്ല എന്ന്. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 5-ാം തിരുവചനത്തിലൂടെ നീ ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്: സഹനത്തിൻ്റെ തീച്ചൂളയിലാണ് കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ ജന്മമെടുക്കുന്നത് എന്ന്. ഈശോയെ, ഈ രോഗികളും വേദന അനുഭവിക്കുന്ന മക്കളുടെ ജീവിതത്തിലെ സഹനങ്ങളുമൊക്കെ വ്യർത്ഥമാകുന്നില്ല. നിന്നെ സ്നേഹിക്കാൻ നീ നൽകുന്ന
നിന്റെ പ്രിയപ്പെട്ടവർക്കായി നീ നൽകുന്ന സ്നേഹചുംബനമാണ്, സ്നേഹസമ്മാനമാണ് അവരുടെ സഹനങ്ങൾ ഓരോന്നുമെന്ന് അവരെ പഠിപ്പിക്കണമേ. അങ്ങനെ അവരുടെ വേദനകളിൽ അവരാശ്വാസം കണ്ടെത്തട്ടെ. ഈശോയെ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നിന്റെ സൗഖ്യദായക ശക്തി എല്ലാ രോഗികളുടെ മേൽ വർഷിക്കണമേ എന്ന്. ജീവിത കുരിശുകളെ, ജീവിത സഹനങ്ങളെ നിന്നോട് ചേർത്ത് നിർത്തി സഹിക്കാനും അവയെ സ്നേഹിക്കുവാനുമുള്ള കൃപ അവർക്ക് നൽകണമേ എന്ന്. സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയിൽ ജീവിതം കൊണ്ടങ്ങു പൂർത്തിയാക്കുമ്പോൾ സ്നേഹം സഹനമാണെന്നു ഞാൻ അറിയുന്നു. സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയിൽ ജീവിതം കൊണ്ടങ്ങു പൂർത്തിയാക്കുമ്പോൾ സ്നേഹം സഹനമാണെന്നു ഞാൻ അറിയുന്നു. സ്നേഹം മരണമാണെന്നു ഞാൻ കാണുന്നു. സ്നേഹം ബലിയായി തീരുന്നു, ചങ്കും ചോരയുമേകുന്നു. സ്നേഹം കുരിശിൽ പൂർണ്ണമാകുന്നു. സ്നേഹം കുർബാനയായി മാറുന്നു. ഈശോയെ, നീ സഹനത്തിലൂടെ ഞങ്ങൾക്ക് തന്ന സമ്മാനമാണ് പരിശുദ്ധ കുർബാന. ഈശോയെ, ഈ രോഗികൾ നിന്റെ പക്കലേക്ക് നോക്കുമ്പോൾ സഹനത്തിലൂടെ നീ തന്ന ഈ സമ്മാനം അവരെ സുഖപ്പെടുത്തട്ടെ, അവരെ സാന്ത്വനപ്പെടുത്തട്ടെ, അവരുടെ വേദനകളിൽ അവരെ തൊട്ട് സുഖപ്പെടുത്തട്ടെ. നിന്റെ കുരിശിലെ ബലിയോട് ചേർത്ത് അങ്ങയുടെ മുൻപിലായിരിക്കുന്ന എല്ലാ രോഗികളുടെയും വേദനകളെ സമർപ്പിക്കുകയാണ്. ഈശോയെ, ദുഃഖിതരാണ്, ആരോടും സങ്കടം പറയാനില്ലാതെ വിഷമിക്കുന്നവരാണവർ. ഒത്തിരിയേറെ സ്വപ്നങ്ങൾ ഉണ്ടായിട്ടും ജീവിതത്തിലെ ചില അവസരത്തിൽ രോഗത്തിൻ്റെതായിട്ടുള്ള, അപകടത്തിൻ്റെതായിട്ടുള്ള അവസ്ഥകളിലൂടെ കടന്നുപോയി പ്രത്യാശ നഷ്ടമായവരാണവർ. ഈശോയെ, അവരുടെ സഹനത്തിനും അർത്ഥമുണ്ടെന്ന് നീ അവരെ ഓർമ്മിപ്പിക്കണമേ. സഹനത്തിലൂടെ ബലിയായിട്ട് തീരുമ്പോഴാണ് സ്നേഹം പിറവിയെടുക്കുന്നത്. ഈശോയെ, കുർബാനയിൽ സഹനത്തിലൂടെ നീ തന്ന സമ്മാനമായ പരിശുദ്ധ കുർബാനയിലാണ് ഇവരെ ചേർത്ത് വയ്ക്കുന്നത്. ഈശോയെ, അവരുടെ സഹനത്തിന് നീ ഉത്തരം നൽകണമേ. അവരൊറ്റയ്ക്കല്ല എന്നും രോഗികളെ സുഖപ്പെടുത്തുവാൻ ശക്തിയുള്ള ഒരു ദൈവത്തിലാണ്, ആ ദൈവത്തിൻ്റെ മുൻപിലാണ് അവരുടെ കരങ്ങൾ അവർ നീട്ടുന്നതെന്നുമുള്ള ആ ഒരു ബോധ്യം, അത് മാത്രം മതി അവർ സുഖമാക്കപ്പെടാനായിട്ട്. ആ ഒരു പ്രത്യാശ മതി അവരുടെ ജീവിതത്തിൽ അവർക്ക് മുൻപോട്ട് പോകാനായിട്ട്. ഈശോയെ, നിന്റെ സ്നേഹസമ്മാനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥിക്കുന്ന, കണ്ണുനീരോടെ ആയിരിക്കുന്ന, വേദന അനുഭവിക്കുന്ന എല്ലാ രോഗികളെയും അവിടുന്ന് ഈ നിമിഷം സുഖപ്പെടുത്തണമേ. സങ്കീർത്തനത്തിൽ ഞങ്ങൾ വായിക്കുന്നു, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും കർത്താവെ, അങ്ങ് കൂടെയുള്ളതിനാൽ ഞാൻ ഒട്ടും ഭയപ്പെടില്ല. ഈശോയെ, സ്നേഹം സഹനമായിട്ട് നീ ഞങ്ങളെ കാണിച്ചു തന്ന ദൈവമാണ്. സ്നേഹം ബലിയായിട്ട് ഞങ്ങൾക്ക് വേണ്ടി മുറിയപ്പെട്ട ദൈവമാണ് നീ. ആ സ്നേഹത്തിൻ്റെ ഒരംശം ഈ വേദന അനുഭവിക്കുന്ന, ദുഃഖിതരായിരിക്കുന്ന, കിടപ്പിലായിരിക്കുന്ന എല്ലാ മക്കളുടെ മേൽ അവിടുന്ന് വർഷിക്കണമേ. അവരെ അവിടുന്ന് സുഖപ്പെടുത്തണമേ. നെഞ്ചകം നിറയെ വിതുമ്പും നൊമ്പരമെല്ലാം അകറ്റാൻ
ജഗം നിറയെ വിതുമ്പും നൊമ്പരമെല്ലാം അകറ്റാൻ തിരുവോസ്തിരൂപാ തിരുമാറിലെന്നെ ചേർക്കുവാൻ മനസ്സാകണേ. തിരുവോസ്തിരൂപാ തിരുമാറിലെന്നെ ചേർക്കുവാൻ മനസ്സാകണേ. എത്ര നാളായി ഞാൻ കൊതിപ്പൂ നിന്നോടൊന്നായി ചേർന്നിടുവാൻ വൈകാതെ വന്നിടണേ. ആത്മനായക ഒരു വാക്കു ചൊല്ലാൻ ഒരു നോക്കു കാണാൻ യേശുവേ നീ വരുമോ? എന്നോടു ചേരാൻ എന്നുള്ളിൽ വാഴാൻ എന്നരികിൽ നീ വരുമോ? ഒരു വാക്കു ചൊല്ലാൻ ഒരു നോക്കു കാണാൻ യേശുവേ നീ വരുമോ? എന്നോടു ചേരാൻ എന്നുള്ളിൽ വാഴാൻ എന്നരികിൽ നീ വരുമോ? ഈശോയെ, ആകുലതയും ദുഃഖവും പേറി അങ്ങയുടെ മുൻപിലായിരിക്കുന്ന ഈ മക്കൾക്ക് നിന്റെ സാന്നിധ്യമാണ് സൗഖ്യം പകരുക. കുഷ്ഠരോഗികളോടും തളർവാദക്കാരോടുമൊക്കെ നീ ചോദിച്ചൊരു വാഗ്ദാനമുണ്ട്. നിനക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഈശോയെ, ഈ മക്കൾക്ക് വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു കാര്യം ഇതാണ്. നീ മനസ്സാകുന്നുവെങ്കിൽ അവരെ തൊടണമേ. നീ മനസ്സാകുന്നുവെങ്കിൽ അവരെ തൊട്ട് സുഖപ്പെടുത്തണമേ. ഈശോയെ, മറ്റാരുടെ മുൻപിലും കേഴുവാൻ ഞങ്ങൾക്ക് കഴിയില്ല. മറ്റാരിൽ നിന്നും സൗഖ്യം സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. എല്ലാറ്റിൻ്റെയും ഉടയവനും സൗഖ്യദാതാവുമായ നിന്റെ പക്കൽ വരുമ്പോൾ മാത്രമാണ് ഞങ്ങൾക്ക് സൗഖ്യം ലഭിക്കുക. ഈശോയെ, വചനത്തിലൂടെ നീ ഞങ്ങളോട് പറയുന്നത് പോലെ നിന്റെ നാമത്തിൽ വിശ്വസിച്ച് നിന്റെ നാമത്തിൽ കേണപേക്ഷിക്കുന്നവർക്ക് നീ സൗഖ്യം നൽകും. ആ സൗഖ്യം കിടപ്പിലായിരിക്കുന്ന എല്ലാ മക്കൾക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഈശോയെ, നിന്റെ സൗഖ്യത്തിൻ്റെ വലിയ ശക്തിയും കൃപയും നിന്റെ സൗഖ്യത്തിൻ്റെ അഭിഷേകവും നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ. കൂടെ ആരുമില്ല എന്നൊരു തോന്നൽ അവർക്കുണ്ടെങ്കിൽ സാന്നിധ്യമായി സംരക്ഷണമായി നീ അവരെ താങ്ങണമേ. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ മുൻപോട്ട് പോകാൻ അവരെ ശക്തിപ്പെടുത്തണമേ. നീരോഗിയാണോ മകനേ? നീരോഗിണിയാണോ മകളേ? നീരോഗിയാണോ മകനേ? നീരോഗിണിയാണോ മകളേ? ഞാൻ നിൻ രക്ഷകൻ സൗഖ്യദായകൻ, നിന്റെ വേദന അറിയുന്നവൻ, യേശുനായകൻ. ഞാൻ നിൻ രക്ഷകൻ സൗഖ്യദായകൻ, നിന്റെ വേദന
മകനേ, നീ തകർന്നവളാണോ മകളേ? ഞാൻ നിൻ രക്ഷകൻ, സൗഖ്യദായകൻ, നിന്റെ വേദന അറിയുന്നവൻ, യേശുനായകൻ, യേശുനായകൻ. ഈശോയെ, ജെറമിയ പ്രവാചകനിലൂടെ നീ അരുൾ ചെയ്ത വാഗ്ദാനം ഈ മക്കളുടെയൊക്കെ ജീവിതത്തിൽ നിറവേറ്റണമേ. കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ. നിന്റെ യാതനകൾക്ക് ദൈവം പ്രതിഫലം നൽകും. ഈശോയെ, സൗഖ്യം ആവശ്യമായിരിക്കുന്നവരെ സുഖപ്പെടുത്തണമേ. ക്ലേശം അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. പ്രത്യേകമായി കിടപ്പ് രോഗികളായി കഴിയുന്ന എല്ലാവരുടെയും മേൽ നിന്റെ സൗഖ്യത്തിൻ്റെ ശക്തിയാൽ അവരെ നിറയ്ക്കണമേ. അവരെ സുഖപ്പെടുത്തണമേ. സഹനത്തിലും നീ സ്നേഹിക്കുന്ന സമ്മാനമാണ് സഹനം എന്ന് അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ എല്ലാവരെയും ആശീർവദിക്കണമേ. നമുക്ക് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമ്മെ തന്നെ ഒരുക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,